ദേശീയപാതയിൽ ആലപ്പുഴ ചേർത്തല റൂട്ടിൽ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനുകളിലൊന്നായ 11-ാം മൈലിൽ താൽക്കാലിക ഗതാഗത ക്രമീകരണത്തിന്റെ ഭാഗമായി മേൽപ്പാലത്തിന് കീഴിലെ അടിപ്പാത വാഹന ഗതാഗതത്തിനായി തുറന്നു നൽകി. അതേസമയം അടിപ്പാതയിൽ നടപ്പാത ഒരുക്കാത്തതിനെതിരെ നാട്ടുകാർ കടുത്ത ആരോപണമാണ് ഉന്നയിക്കുന്നത്. കാൽനടയാത്രക്കാർക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ സൗകര്യമില്ലാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. ഇതിൻ്റെ സൈഡ് ഇത് നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു. ആദ്യം തന്നെ സൈഡാണ് ഇത് ചെയ്യേണ്ടത്. അവർ സൈഡ് നടപ്പാത ആദ്യമേ ഉണ്ടാക്കിയിട്ടാണ്. ബാക്കിയുള്ള സ്ഥലത്ത് എല്ലായിടത്തും നടപ്പാതയാണ് ആദ്യമേ ഉണ്ടാക്കിയിരിക്കുന്നത്. നടപ്പാത ഉണ്ടാക്കാതെയാണ് അവർ ഇപ്പം ഈ താൽക്കാലികമായ ഒരു തട്ടിക്കൂട്ടെന്ന രീതിയിൽ കുറച്ച് മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് ഇപ്പോഴും യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നടന്നു പോകുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ മഴ പെയ്യുമ്പോൾ ആ ചെളി മൊത്തം രണ്ട് സൈഡിലായിട്ട് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അടിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൽ കൂടിയാണ് നേരത്തെ ആൾക്കാർ നടന്നുകൊണ്ടിരുന്നത്. എത്രയോ പേര് ഇവിടെ വീണിട്ടുണ്ട്. ഞങ്ങൾ പല പ്രാവശ്യം പലയിടത്തും ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവസാനമായപ്പോഴാണ് അവരിങ്ങനെ കൊണ്ടുവന്ന് ഈ മെറ്റലിട്ട് ഈ പരിപാടി ചെയ്തത്. എങ്കിലും ഇപ്പോഴും കാൽനടക്കാർക്ക് യാത്ര നടന്നു പോകാനുള്ള സൗകര്യം അവർക്ക് ഇപ്പോഴും സുഖമായി നടക്കുന്നില്ല. നോക്കിയാൽ തന്നെ കാണാൻ അവസ്ഥയാണ്. രണ്ട് സൈഡും ഇതിനെ തുറന്ന് കിടക്കുകയാണ്. അതുപോലെ നടന്നു പോലും പറയാൻ പറ്റാത്ത അവസ്ഥ തന്നെ ഇപ്പോഴും. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ ആർക്കും വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ട് കിടക്കുന്ന പോലെ തന്നെ ആ രീതി കിടക്കുകയാണ് ഇപ്പോഴും. അത് നോക്കിയാൽ തന്നെ അറിയാവുന്ന കാണാവുന്ന ഇതാണ്. വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ കാൽനടക്കാർക്ക് പോകാൻ ഒരു നിവർത്തിയില്ല. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ വീണ് പോകും. ഇതിനു മുമ്പും കിടന്ന് വീണ്ടും ഞങ്ങളൊക്കെ തന്നെ എടുത്തുകൊണ്ട് പോയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോഴും അത്. അത് എന്തുമാത്രം പുറകെ നടന്നിട്ടാണ് ഇപ്പോൾ ഇത്രയെങ്കിലും ആക്കിയത് വെച്ചിരിക്കുന്നത്. അതാ ശരി, ആർക്കോ വേണ്ടി ചെയ്ത ഒരു രീതിയാണ്. ഇപ്പം തന്നെ കണ്ടിട്ട് അതിന് രണ്ട് സൈഡും വെള്ളം കെട്ടി കിടക്കുക. ഈ വെള്ളത്തിലോട്ട് വാഹനങ്ങൾ സ്കൂട്ടർ യാത്രക്കാരൊക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ അവിടെ കിടക്കത്തേ ഉള്ളൂ. രാത്രിയാണെങ്കിൽ ലൈറ്റും ഇല്ല, വെട്ടവും ഇല്ല, ഒന്നുമില്ല. ആ അവസ്ഥയാണ് ഇവിടെ. അത് മാത്രമല്ല, വെയിലിറച്ചി കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഇവിടെ എങ്ങും ഇരിക്കാനും നിൽക്കാനും പറ്റത്തില്ല. ഭയങ്കര പൊടിപടലാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പോൾ. മഴക്കാലത്ത് വെള്ളക്കെട്ടും ചെളിയും മൂലം റോഡരികിലൂടെയുള്ള യാത്ര കൂടുതൽ ദുഷ്കരമാകുന്നതായും നാട്ടുകാർ പറയുന്നു. ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം കാൽനടയാത്രക്കാർക്കായി സുരക്ഷിതമായ നടപ്പാതയും ഒരുക്കണമെന്നാണ് ആവശ്യം. അടിപ്പാത നിർമ്മിക്കുമ്പോൾ ആദ്യം നിർമ്മിക്കേണ്ടത് നടപ്പാതയാണെന്നും എന്നാൽ ഇവിടെ നടപ്പാത നിർമ്മിക്കാതെ താൽക്കാലികമായി തട്ടിക്കൂട്ട് രീതിയിലാണ് അടിപ്പാത തുറന്നു നൽകിയിരിക്കുന്നതെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം.